സ്ഥാനത്തെത്തും തന്നെയായിരുന്നു പ്രതീക്ഷ. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഞാൻ പല സ്ഥാനാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ ആ വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കാൻ വേണം. അടയാളത്തിൽ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചേച്ചിക്ക് കിട്ടിയത് 4000 വോട്ടാണ്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. മോൻ എത്ര വിഷമം ഉണ്ടാവൂലേ എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായി. പിന്നെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. നല്ല റെസ്പോണ്ട് ആയിരുന്നു. കാരണം 30,000 വോട്ട്സ് കിട്ടുക, എന്നെ പോലത്തെ ഒരു പുതിയ ആൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം. എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ട്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. വീണ്ടും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു 30,000 പേര് വന്നു എന്നുള്ളതാണ് സത്യം. പെരിയോർകളെ, കുഴന്തകളെ, ഇത് സന്തോഷിക്ക വേണ്ടുന്ന എല്ലാവരും ആടണം, പാടണം. രാഷ്ട്രീയത്തിലും അതുപോലെ 2020 ഭാഗമായി ഇനിയും ഉണ്ടാവും. എങ്ങനെയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ അഞ്ജലി നായർ നടി മാത്രമല്ല, അതിനപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തിയായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. പ്രസ് റിലീസിൽ എൻ്റെ പേര് വന്നപ്പോൾ തന്നെ ഞാൻ മണ്ഡലത്തിലെ MLA ആയെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചെടുത്തൊരു കാര്യം. പിന്നെ എന്നെ അറിയായിരിക്കും. ഇല്ല, ഞാൻ തോറ്റ MLA. എത്രത്തോളം ഒന്നും ഭാഗ്യമുണ്ടോ, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. എൻ്റെ കർമ്മം കൊണ്ട്, അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. തോറ്റു. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.